ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ പലതരത്തിൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ തന്നെ മുന്നേ വേറൊരു റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടപ്പത്തിരി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടിക്ക് 2 കോഴിമുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതിന് നമുക്ക് 2 കപ്പ് വെള്ളം തന്നെ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമ്മളതിനെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കുക. അടുത്ത 1 കപ്പ് വെള്ളം നമുക്കിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മാക്സിമം കട്ടല്ലാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ. സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 2 മുതൽ 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് പത്തിരിച്ചട്ടിയിലാണ്, മണ്ണിൻ്റെ. നമ്മൾ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിച്ചട്ടിയുണ്ട്. ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്തും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നല്ല പോലെ ഇതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ ആരാരും പോലെ വന്ന് ഒരു മാക്സിമം അതിങ്ങനെ വരുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നല്ല പോലെ ബബിൾസ് വരും. ഇത് ഫസ്റ്റത്തെ ആയതുകൊണ്ടാണ്. ഒരു 3-4 ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലപോലെ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ വെക്കാൻ. അതുപോലെ ചട്ടി ചൂടായതിനു ശേഷം ഒഴിക്കാനും പാടുള്ളൂ. ഈ 2 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യും. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇങ്ങനൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു മുട്ടപ്പത്തിരി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും പഞ്ചസാരയും ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ വല്ല മീൻ കറിയോ ചിക്കൻ കറിയോ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു മുട്ടപ്പത്തിരിയിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ആ ഒരു തേങ്ങാപ്പാലൊക്കെ തന്നെ കുതിർത്തെടുത്ത് കഴിക്കാനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനിപ്പോൾ ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.